ഹായ് ഹലോ. അപ്പോൾ വിഷു ഒരുക്കങ്ങളുടെ ഭാഗമായിട്ട് ആദ്യം തന്നെ റൂമെല്ലാം വൃത്തിയാക്കുകയാണ് കേട്ടോ. അടുക്കി പെറുക്കി പുസ്തകങ്ങളെല്ലാം വേണ്ടാത്ത എല്ലാം മാറ്റി വെച്ച് അതിനുശേഷം റൂമെല്ലാം തുടച്ച് കർട്ടനെല്ലാം കഴുകി എല്ലാം ഇട്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് അതിൻ്റെ വിഷുവിൻ്റെ തലേദിവസം ഞാൻ വിളക്കെല്ലാം തേച്ചെല്ലാം വെച്ചിട്ട് ഞാനും കൊച്ചുമ്മയും കൂടെ കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങാനുണ്ട്. അതിന് മുമ്പേ വീടെല്ലാം വൃത്തിയാക്കിയപ്പോൾ തൊട്ട് ഞാനും അനീഷിനും കൂടെ രാത്രി പണി കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കി ലാസ്റ്റ് പർച്ചേസിങ് അതിന് വെറ്റയും പാക്കും മാല കെട്ടാനുള്ള പൂവും തുളസിയിലയും ഒക്കെ മേടിക്കാൻ വേണ്ടി പോയതാണിത്. അപ്പോൾ പോയിട്ട് ഞങ്ങൾ തിരിച്ച് തന്നെ വീട്ടിൽ വന്നു. ഇനി വീടിനകത്ത് അകമെല്ലാം തൂത്തുവാരി വൃത്തിയാക്കണം. അകം ഒന്നുകൂടെ തുടയ്ക്കുകയും വേണം. പിന്നെ ഇപ്പോൾ പുറമെല്ലാം ഒന്ന് തൂത്തുവാരി എല്ലാം കത്തിച്ചിട്ട് അനുമോനും എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ എല്ലാം തൂത്തുവാരി വൃത്തിയാക്കി വരുത്തില്ല. അപ്പോഴത്തേക്കും മോളും വന്ന് എന്നെ സഹായിച്ചു. പിന്നെ ഇത് എപ്പോഴും അങ്ങ് പുല്ല് കയറും, പെട്ടെന്ന് പുല്ല് കയറും. ഇപ്പം മരുന്നടിച്ചിടുവരും. ഇപ്പം അത് കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ നമ്മളവിടെ വൃത്തിയാക്കും. പിന്നെ ഒരു മഴ വരുമ്പോൾ വീണ്ടും പുല്ല് കളിക്കും. ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ മരുന്ന് മേടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അത് അടിച്ച് വിടുന്നതുകൊണ്ട് അത്രയും കാട് കയറുന്നില്ല എന്ന് മാത്രം. അത് കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ ഫ്രണ്ട് വശം എല്ലാം ഞാൻ വെള്ളം അടിച്ചൊന്ന് കഴുകി വിട്ടു. കാരണം ഇവിടെ വെള്ളം അടിച്ചാൽ ഇവിടെയും പുല്ല് കയറും. പക്ഷേ ഫ്രണ്ട് വശം ഞാൻ എപ്പോഴും ഇങ്ങനെ പറിച്ച് പുല്ല് പറിച്ച് നമ്മൾ നിൽക്കും. എല്ലാവരും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതിനുശേഷം ഞാൻ പോയി മാലയെല്ലാം കെട്ടിയെല്ലാം വെച്ചു. അന്നേരം ഞാൻ പോയി മേലെ ഇട്ട് വന്ന് മാലയെല്ലാം കെട്ടി വിളക്കും കത്തിച്ച് വെച്ചു. അത് കഴിഞ്ഞിട്ട് വിളക്കെല്ലാം അണച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പോയി എല്ലാം പൂജാമുറിക്കകം എല്ലാം തുടച്ചിട്ട് പോയി ഒന്നുകൂടെ മേല് കഴുകിയിട്ട് വന്ന് കടി വെക്കാനുള്ളതെല്ലാം റെഡിയാക്കാനായിട്ടിരുന്നു. അങ്ങനെ ഓരോന്നായിട്ട് വെക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷോട്ടിന് വേണ്ടിയുള്ള പരിശ്രമമാണ് അനുമോനാണ് നടത്തുന്നത്. അത് നടക്കുന്നുണ്ട്. എല്ലാ വർഷവും കണി വെക്കും. കഴിഞ്ഞ വർഷവും വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വേറൊരു രീതിയിൽ എന്ന് വെച്ചാൽ വേറൊരു ഭംഗിയിൽ ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിക്കൊണ്ട് വേറൊരു രീതി വെച്ചു. ഈ പ്രാവശ്യം ഇങ്ങനെ വെച്ചു. ഓരോ പ്രാവശ്യം ഓരോ ചേഞ്ചിൽ കണി കാണുന്നതെല്ലാം ഒരു സാധനം തന്നെ, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് എല്ലാം ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കും എല്ലാ പ്രാവശ്യവും. എൻ്റെ ഓരോരോ ഐഡിയകൾ പിള്ളേരും കൂടെ എൻ്റെ ഒപ്പം നിൽക്കും. കഴിഞ്ഞ വർഷത്തെ വിഷുവിന് ഞങ്ങൾ അണ്ണനില്ലായിരുന്നു, അണ്ണൻ അങ്ങ് ജോലിക്ക്. പക്ഷേ ഇപ്രാവശ്യം അണ്ണൻ ലീവ് എടുത്തിട്ടുണ്ട്, അണ്ണൻ ഞങ്ങളോട് ഉണ്ട്. അപ്പോൾ അതും ഭയങ്കര ഹാപ്പിയാണ്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വേണം കിടന്നുറങ്ങാൻ. എപ്പോൾ കഴിയുമെന്ന് അറിയത്തില്ല. ഇപ്പോൾ തന്നെ സമയം കുറേ ആയി. ഓരോന്നും എടുത്ത് വെച്ചിട്ട് രാവിലെ അപ്പോൾ കൊച്ചുമ്മയ്ക്ക് നിർബന്ധം അവൾക്കും കൂടെ വന്ന് എല്ലാം ഒന്ന് വെക്കണമെന്ന്. അങ്ങനെ കൊച്ചുമ്മയും കൂടെ വന്ന് വെച്ചു. അനുമോനെല്ലാം എനിക്ക് വീഡിയോ എടുത്ത് തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ഇതെല്ലാം തുടച്ചാണ് വെക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് അലക്കി കഴുകി വൃത്തിയാക്കിയ തുണി പുതിയതല്ല, ഇതാണ് എല്ലാ വർഷവും വെക്കുന്നത്. അത് തന്നെ ഞാൻ കഴുകി വെക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ കെട്ടിയ മാല ഞാൻ തന്നെയാണ് എല്ലാ പ്രാവശ്യം മാല കെട്ടുന്നത്. എനിക്ക് മാല കെട്ടാൻ ഞാൻ ഭയങ്കര ആളൊന്നും അല്ല, പക്ഷെ ഇതെനിക്ക് കെട്ടുമ്പോൾ ശരിയാവാറുണ്ട്. എല്ലാ വർഷവും ഞാൻ തന്നെയാണ് കെട്ടുന്നത്. പിറ്റേ ദിവസം വെളുപ്പിനെ ഞാൻ കിടന്നത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല, പക്ഷേ വെളുപ്പാകാലത്ത് ഞാൻ അലാറം വെച്ചു. 3 അലാറം വെച്ചതാണ്. അത് കഴിഞ്ഞ് എണ്ണീറ്റ് കുളിച്ചെല്ലാം ഒരുങ്ങി വന്ന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് എന്നിട്ട് ഞാൻ പിന്നെ അവരെ ഓരോരുത്തരെ ആയിട്ട് വിളിക്കാൻ വേണ്ടി പോയി. ചെന്ന് വിളിച്ചപ്പോൾ എല്ലാവരും ഞാൻ ആദ്യം പറഞ്ഞുകൊണ്ട് പോയി, കണ്ണ് തുറക്കല്ലേ എന്ന്. ആദ്യം എണീറ്റ് വരുന്ന ആളെ കൊണ്ടുവന്നു. കൊച്ചുമ്മ ഞാൻ ചെന്ന് വിളിച്ചപ്പോഴും വന്നു. അപ്പോൾ കൊച്ചുമ്മയെ കൊണ്ടുവന്നു. അനുമോനെ കൊണ്ടുവന്നപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അനുമോൻ ഫോട്ടോഷൂട്ടിനായിട്ട് അങ്ങ് മാറി നിന്നു. അതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ കാണിക്കാൻ പറ്റിയില്ല. പിന്നെ അനീഷനെ പോയി വിളിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് എല്ലാവരെയും കണി കാണിച്ച് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. ഞാൻ ഇങ്ങനെയെല്ലാം ഒരുക്കിയിട്ട് നമുക്കൊരു 3 ദിവസത്തെ കഷ്ടപ്പാടായിരുന്നു. 3 ദിവസം കൊണ്ട് വ്രതവുമാണ്. വിഷുവിൻ്റെ അന്ന് വരെയും വ്രതമായിരുന്നു. വ്രതം എന്ന് വെച്ചാൽ മീനൊന്നും കൂട്ടത്തില്ല, മീനും ഇറച്ചിയൊന്നും. അത് കഴിഞ്ഞ് വിഷുക്കൈനീട്ടം എല്ലാം കൊടുത്തു. എല്ലാവർക്കും കൊടുത്തു. കൊച്ചമ്മയ്ക്ക് കൊടുക്കുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. സത്യത്തിൽ നമുക്കിതെല്ലാം കൂടി ഇങ്ങനെ എടുക്കാൻ ആ സമയത്ത് നമ്മളിതൊന്ന് പഠിച്ച് വരുന്നേ ഉള്ളൂ. എല്ലായിടത്തും ക്യാമറ വെച്ച് ഇത് എടുക്കണം എന്നുള്ള ഞാനിങ്ങനെ വശമായി വരുന്നേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. ആദ്യം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഭജനമഠത്തിൽ പോയി അവിടെ എണ്ണയും തിരിയെല്ലാം മേടിച്ചു കൊടുത്ത് അവിടെ നിന്ന് വിഷുക്കൈനീട്ടവും കിട്ടി. അതിനുശേഷം മൂടയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വന്നു. അവിടെ വന്ന് തൊഴുതു. അവിടെയും എണ്ണയും തിരിയും മാലയും എല്ലാം മേടിച്ച് വെച്ച് തിരിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്ന്. വീട്ടിൽ വരുമ്പോൾ കൊച്ചുമ്മയുടെ ലക്ഷ്യം മൊത്തം ആ ഫ്രൂട്ട്സിലാണ്. അതിങ്ങനെ എടുത്ത് ഇനി ഒന്ന് കഴുകി പുള്ളിക്ക് തിന്നാലേ ഒരു മനസ്സമാധാനം വരുന്നുള്ളൂ. അപ്പോൾ ഞാനതെല്ലാം എടുത്തു കൊടുത്തു. എന്നിട്ട് അതിനുശേഷം ഇതെല്ലാം എടുത്ത് മാറ്റിയെല്ലാം അടുക്കി പെറുക്കി വെക്കാം. എന്നിട്ട് വേണം ഒന്ന് കിടന്നുറങ്ങാൻ. അപ്പം തന്നെ ക്ഷീണമായി. ഇത് അണ്ണൻ്റെ കൈച്ചെയിനാണ് കേട്ടോ. ഇത് ഞാൻ അന്ന് കഴുകിയെടുത്ത് വെള്ളി സ്വർണ്ണം എന്തെങ്കിലും വെക്കണമല്ലോ. സ്വർണ്ണത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട, അതിനിപ്പോൾ ഭയങ്കര വില കൂടുതലല്ലേ. അതുകൊണ്ട് വെള്ളി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഭഗവാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് കയറിക്കിടന്നങ്ങ് ഉറങ്ങിയേ. പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല. ഗ്യാസിൻ്റെ ക്ഷാമം കാരണം വലിയ വിഷുസദ്യ ഒന്നും ഇല്ലായിരുന്നു. ഓരോരുത്തർ ഉറക്കം എണ്ണിക്കുന്ന അനുസരിച്ചാണ് ഫുഡ് കഴിച്ചതും. രാവിലെ അങ്ങനെ തന്നെയായിരുന്നു. എത്രയും പെട്ടെന്നൊന്ന് കിടന്നാൽ മതിയെന്നായി. അത്രയ്ക്ക് ക്ഷീണിച്ചു പോയി. വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഇന്ന് ഹരിപ്പാട്ട് അമ്പലത്തിൽ കൊടിയേറിയേക്കുമായിരുന്നു വിഷു ദിവസം. അപ്പോൾ വൈകിട്ട് കൊടിമരച്ചോട്ടിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നേരെ അമ്പലത്തിലോട്ട് പോയി അവിടെ ചെന്ന് നിന്ന് അതെല്ലാം ഒന്ന് കണ്ട് അവിടെ എല്ലാം ഒന്ന് കറങ്ങി അടിച്ച് നടന്ന് നമുക്ക് അതിനകത്ത് സൗണ്ട്
നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല, കാരണം പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോപ്പിറൈറ്റ് വരുമല്ലോ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ, അല്ലെങ്കിൽ കുട്ടുമേളം എല്ലാം ഇടായിരുന്നു. പക്ഷേ അതെല്ലാം കോപ്പിറൈറ്റ് അടിച്ച് വരും. അതിൻ്റെ പുറത്ത് വേറെ പാട്ട് അവിടെ നടക്കുന്നുണ്ടായിരുന്നു സ്റ്റേജിൽ, അപ്പോൾ അത് നമുക്ക് ഇടാൻ പറ്റത്തില്ല. അങ്ങനെ അവിടെ എല്ലാം കുറച്ച് കറങ്ങി നടന്നിട്ട് തിരിച്ചിറങ്ങിയപ്പോൾ കൊച്ചുമ്മയ്ക്കൊരാഗ്രഹം, അമ്മ ഒരു കപ്പലണ്ടിയെങ്കിലും. പക്ഷേ രാത്രി കപ്പലണ്ടി ഇരുന്നാൽ ചൂട് കൊള്ളുമല്ലോ എന്നുള്ള പേടി കാരണം നേരെ കൊച്ചുമ്മ അച്ചാച്ചിയും വിളിച്ചുകൊണ്ട് നടന്ന് കടകളെല്ലാം കാണാൻ പോയി. എൻ്റെ 500 ആ പോകുന്നതെന്നാണ് അപ്പം എൻ്റെ മനസ്സിൽ തോന്നിയത്. എങ്കിലും കൊച്ചുമ്മ പറഞ്ഞു, അമ്മ ഞാൻ വിഷു കഴിഞ്ഞിട്ട് അങ്ങ് തന്നേക്കാം, എനിക്കിതെല്ലാം മേടിച്ച് തന്നു. പക്ഷേ സാധനം മേടിച്ചാൽ പറയാം വേണേ ഒരു 50 രൂപ തരാമെന്ന്. അവളുടെ ഒന്നും അവൾ ഇറക്കത്തില്ല. പിന്നെ അവിടെ പോയി, പക്ഷേ ഒരുപാട് സാധനത്തിനൊന്നും രണ്ടുപേരും വഴക്കിടത്തില്ല. ഒരുത്തിക്ക് കമ്മൽ മതി, ഒരാൾക്ക് എനിക്കറിയില്ല പഠിക്കാനുള്ള സാധനം മതിയെന്ന്. പേനയും ഒക്കെയാണ് ഉത്സവപ്പറമ്പിൽ നമ്മൾ മേടിച്ചത്. അത് ലാസ്റ്റ് കാണിക്കും കേട്ടോ. അത് കഴിഞ്ഞ് നേരെ പോയി പൊറോട്ടയും വെജിറ്റബിൾ കറിയും, പനീർ കറി വേറെന്തോ കഴിച്ചത്. അതിനുശേഷം തിരിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. ഇനി കൊച്ചമ്മയുടെ പ്രദർശനമാണ്. അപ്പോൾ ഓരോരുത്തൂന്ന് കിട്ടിയ വിഷു കൈനീട്ടത്തിൻ്റെ ഓരോ രൂപയുടെ കോയിൻ്റെ കഥപ്പറച്ചിലാണ് ഇതെല്ലാം. 1 രൂപ തന്നേന്ന് പറയുവാണ്. അത് കഴിഞ്ഞ് ഇനി വീട്ടിൽ വന്ന് ഇനി നേരെ വീട്ടിൽ കയറിയിട്ട് എൻ്റെ പ്രോഗ്രാം ഉണ്ടല്ലോ, ദിനചര്യയിലുള്ള എൻ്റെ പ്രോഗ്രാമിലേക്ക് എനിക്ക് കയറണം. ഇച്ചിരി ലേറ്റായി. അത് കഴിഞ്ഞ് ഇനി കൊച്ചമ്മയുടെ ഉത്സവപ്പറമ്പിൽ നിന്ന് മേടിച്ച സാധനങ്ങളുടെ ലിസ്റ്റുകൾ നിരത്തുകയാണ്. അപ്പം ഇതൊരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. പിന്നെന്താണ്, എല്ലാവരും വിഷു ഒക്കെ അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ഈ വർഷത്തെ വിഷു നല്ലതായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അണ്ണനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാത്രമായിട്ട് എന്ന് വെച്ചാൽ ജോലി ഉണ്ടായിരുന്നു, അണ്ണന് പോയി. ഇപ്രാവശ്യമാണ് ലീവ് എടുത്ത് ഞങ്ങളോട് നിന്ന്. അതുകൊണ്ട് ഭയങ്കര സന്തോഷം. പഠിക്കുമ്പോൾ ഇതൊന്നും വേണ്ട, വളരെ വലുതാണ്. എനിക്ക് മനസ്സിലായി താങ്കൾക്ക് സാധാരണ 4ാം ക്ലാസ്സിലാണ് പേന കൊണ്ട് എല്ലാം പറയുന്നത്. പേന പെരുസെന്ന് പറഞ്ഞ് നിൽക്കുക. മൊത്തം പഠിക്കുന്ന സാധനം. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.